അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡിസിസ്. അപ്പോൾ നമ്മൾ ഇന്ന് മാത്സിന്റെ CBSEയുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്, അതായത് പോളിനോമിയൽസ് ആണ് നോക്കാൻ പോകുന്നത്. പോളിനോമിയൽസ് എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് ഇക്വേഷൻസ്, സൊല്യൂഷൻസും പ്രോബ്ലംസ് എല്ലാം ഉള്ളത് പ്രത്യേകിച്ച് ഒരു ടോപ്പിക് ആയിട്ട് പഠിക്കാനല്ല. അപ്പം നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ പോലെ തന്നെ ഇതിലും 6 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണുള്ളത്. നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗ്രാഫ് തരുന്നതാണ്. ഗ്രാഫ് തന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം പോലെ തന്നെയാണ്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതൊരു പോളിനോമിയൽ ആയിരിക്കും, അതായത് P(x) അങ്ങനെ ആയിരിക്കും. രണ്ട് പോളിനോമിയൽസിന്റെ സീറോസ്. പോളിനോമിയൽസ് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ വെച്ചതാണ്. അപ്പം പോളിനോമിയൽ എന്ന് പറയുന്നത് ഇതുപോലെയാണ്, x² + 2h + 4. ഇതിനുള്ള സൊല്യൂഷൻസ് നമ്മൾ ഗ്രാഫിക്കൽ മോഡലിൽ വരച്ചതാണ്. അങ്ങനെ വരച്ചാൽ എത്ര സൊല്യൂഷൻസ് ഉണ്ടാകുമെന്നാണ് ചോദിക്കുന്നത്. എത്ര സൊല്യൂഷൻസ് ഉണ്ടാകും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാം, x ആക്സിസിൽ ഇവിടെ 3 തവണയാണ് ടച്ച് ചെയ്യുന്നത്. അങ്ങനെ അതനുസരിച്ച് നോക്കുമ്പോൾ 3 സീറോസ് ഉണ്ട്. x ആക്സിസിൽ എത്ര തവണ തട്ടുന്നോ അത്രയും സൊല്യൂഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങളോട് ഇങ്ങനെ ഒരു പോളിനോമിയൽ -2x - 8 ഇങ്ങനെ ഒരു പോളിനോമിയൽ തന്നിട്ട് അത് നമ്മളോട് അതിനുള്ള സീറോസ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇതിനുള്ള സീറോസ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇതിലെ ഹയസ്റ്റ് പവർ ഇപ്പം കാണാം. ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് ഇവിടെ എക്സിന്റെ മുകളിലുള്ള പവർ. ഇവിടെ ഇപ്പൊ 2 ആണുള്ളത്. അപ്പം ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഹയസ്റ്റ് ആയിട്ടുള്ളത് അത്രയും ഇതുണ്ടാവും, അത്രയും സൊല്യൂഷൻസ് ഉണ്ടാവും. അതായത് x² ആണ്, x³ ആണെങ്കിൽ 3 സൊല്യൂഷൻസ്, x² ആണെങ്കിൽ 2 സൊല്യൂഷൻസ്. ഇത് വെച്ച് നമുക്ക് 2 സൊല്യൂഷൻസ് കണ്ടുപിടിക്കുകയും ചെയ്യണം. അത് മാത്രമല്ല, അത് കണ്ടുപിടിച്ചിട്ട് അത് ഇതിനുമായിട്ടുള്ള റിലേഷൻ നമ്മൾ തെളിക്കുകയും വേണം. ഇത് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ x² - 2x - 8 എന്നാണ്. ഇവിടെ നിങ്ങൾ കാണാം, 2x നമ്മൾ മാറ്റണം. അതായത് 2x നമ്മൾ സം എന്ന് പറയുന്നത് ഇത് ഇൻറ്റു ഇത് സം എന്ന് പറയുന്നത് -2ഉം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത് ഇൻറ്റു ഇത് ആയിരിക്കണം. അതായത് ലാസ്റ്റ് ax² + bx + c ആണെങ്കിൽ അത് c × a ആണ് അത് ചോദിക്കുന്നത്. അതായത് -8 × 1 എന്ന് പറയുന്നത് -8 ആണ്. പ്രൊഡക്റ്റ് -8ഉം കിട്ടണം, സമ്മ് -2ഉം കിട്ടണം എന്നാണ് പറയുന്നത്. അപ്പം -2ഉം -8ഉം കിട്ടണമെങ്കിൽ -4ഉം 2 ആണ്. -4 + 2 എന്ന് പറയുന്നത് -2 ആണ്. -4 × 2 എന്ന് പറയുന്നത് -8 ആണ്. അങ്ങനെ 2 നമ്പർ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ഇത് സെപ്പറേറ്റ് ചെയ്യണം. നിങ്ങൾ കാണാം, x² - 4x + 2x - 8. നമ്മൾ ഈ -2x-നെയാണ് -4x + 2x എന്ന് മാറ്റിയത്. അതിനുശേഷം ഇതിന് നമ്മൾ കോമൺ ആയിട്ടുള്ളത് പുറത്തെടുക്കണം. ഇവിടെ കാണാം, ഇവിടെ x ആണ് കോമൺ. x കോമൺ എടുത്തു കഴിഞ്ഞാൽ x - 4. ഇത് നിങ്ങൾക്ക് കാണാം 2 കോമൺ ആണ്. അപ്പോൾ 2 കോമൺ എടുത്തത് x - 4. ഇപ്പം കാണാം x - 4 കോമൺ ആണ് ഇത് രണ്ടിലും. അപ്പോൾ അതും ഒരു ബ്രാക്കറ്റിലും ഇവിടെ പ്ലസ് ആണ് x + 2. ബാക്കിയുള്ള x+ഉം +2ഉം ഒരു ബ്രാക്കറ്റിലും കോമൺ ആയിട്ടുള്ള x - 4 ഒരു ബ്രാക്കറ്റിലാണ് എഴുതുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാം, ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ 2 സൊല്യൂഷൻസ് തരും. അങ്ങനെ ആവുമ്പം ഇതിലെ ഏതെങ്കിലും ഒന്നായിരിക്കും എക്സിന്റെ വാല്യൂ. അതായത് x - 4 = 0 ഓർ x - 4 എന്ന് ഇത് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഇത് 0 ആയിരിക്കും. അതായത് ഓർ x + 2 = 0. നിങ്ങൾക്ക് കാണാം, x = 4ഉം ഓർ x = -2 ആണ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് 2 വാല്യൂസ് ആണ് കിട്ടുന്നതെങ്കിൽ അതും ഈ നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയലും തമ്മിലുള്ള റിലേഷൻ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് α + β =
മൈനസ് ബി ബൈ എ. ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കാണാം ഇവിടെ നമുക്ക് h4ഉം h -2ഉം ഏതെങ്കിലും രണ്ടിലും ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്താൽ ഈ പോളിനോമിയൽ 0 ആകുന്നു എന്നതാണ് പറയുന്നത് ഇതിന്റെ സൊല്യൂഷൻ. എച്ചിന്റെ വാല്യൂ എച്ചിന്റെ വാല്യൂ 4ഓ -2ഓ കൊടുക്കുമ്പോൾ ഈ പോളിനോമിയൽ 0 ആകണം, ഫുൾ എൻഡ് ചെയ്യുന്നത് 0 ആകണം എന്നാലാണ് അത് അതിന്റെ സൊല്യൂഷൻ ആയി പറയുന്നത്. ഇപ്പം ആൽഫ ബീറ്റ എന്ന് പറയുന്നത് സൊല്യൂഷൻസ് ആണ്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെങ്കിൽ, അതായത് രണ്ട് സൊല്യൂഷൻസ് ഉള്ള പോളിനോമിയൽ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ രണ്ടെണ്ണമാണ് ഉണ്ടാവുക. അങ്ങനെ ആകുമ്പം ആ രണ്ട് വാല്യൂ ആണ് ആൽഫ പ്ലസ് ബീറ്റ. അതേപോലെ തന്നെ ആൽഫ ഇൻറ്റു ബീറ്റ ആണെങ്കിൽ സി ബൈ എ. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇതെങ്ങനെ പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആൽഫ പ്ലസ് ബീറ്റ നിങ്ങൾക്ക് കാണാം, ആൽഫ 4 പ്ലസ് -2. 4 പ്ലസ് -2 എന്ന് പറയുന്നത് 2 ആണ്. ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആണ്. മൈനസ് ബി നിങ്ങൾക്ക് ഇവിടെ കാണാം. മൈനസ് ബി എന്ന് പറയുന്നത് മൈനസ് ഓഫ് ബി എന്നാണ് പറയുന്നത്, മൈനസ് ബി. അപ്പൊ മൈനസ് നമ്മൾ എഴുതിട്ടു. ബി എന്ന് പറയുന്നത് 2 അല്ല, -2 ആണ്. ക്വാഡ്രാറ്റിക് ഫോമിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്നാണ്. അപ്പം ഇതിലുള്ള ബി ആണ് ചോദിക്കുന്നത്, ഇവിടെ പ്ലസ് ആണ്. അപ്പൊ ഇവിടെ മൈനസ് ആകണമെങ്കിൽ ഇവിടെ ആ ബി എന്ന് പറയുന്നത് -2 ആയിരിക്കും. അതായത് h² പ്ലസ് -2 എന്ന് പറയുമ്പോൾ ആ പ്ലസ് ക്യാൻസൽ ആയിപ്പോ. അതുപോലെ തന്നെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ബി എന്ന് പറയുന്നത് -2 ആണ്. അപ്പൊ നമ്മൾ ഇക്വേഷനിലുള്ള മൈനസ് ഇവിടെ ചെയ്തു, അതിനുശേഷം ബിയിലുള്ള -2 ഡിവൈഡഡ് ബൈ എ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് A1 ആണ്. അപ്പം നമുക്ക് ഇവിടെ മൈനസും ക്യാൻസൽ ആയി പ്ലസ് ആവുന്നതാണ്. അപ്പം നമുക്ക് ആൻസർ 2 കിട്ടി. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ വെരിഫൈഡ് ആയി. ഇനി ആൽഫ ഇൻറ്റു ബീറ്റ ആണ്. ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് 4 × -2. ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ 4 × -2 -8 ആണ്. കാരണം -8 ആണ്. അതുപോലെ തന്നെ ഈക്വൽ ടു സി ബൈ എ. സി എന്ന് പറയുന്നത് -8 ആണ്. -8. എ എന്ന് പറയുന്നത് h² ഇതാണ്, മുന്നിലുള്ള നമ്പർ ആണ്. ഇത് നമുക്ക് 1 അവിടെ ഒന്നും ഇല്ലാത്തതിനനുസരിച്ച് നോക്കുമ്പോൾ 1 ആണ് അവിടെ ഉണ്ടാവുക. അപ്പം -8/1 എന്ന് പറയുന്നത് -8 തന്നെയാണ്. അപ്പൊ ലാസ്റ്റ് വാരിഫൈഡ് എന്ന് വെച്ച് എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പൊ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങളോട് രണ്ട് നമ്പർ, അതായത് ഇപ്പൊ നമ്മൾ സീറോസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇനി നമ്മളോട് ചോദിക്കുന്നത് സീറോസ് വെച്ച് നമ്മൾ പോളിനോമിയൽ കണ്ടുപിടിക്കണം. സീറോസ് വെച്ച് നമ്മൾ പോളിനോമിയൽ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് രണ്ട് സീറോസ് തന്നിട്ടുണ്ട്, 4ഉം 1ഉം ആണ് തന്നിട്ടുള്ളത്. 4ഉം 1ഉം വെച്ച് നമ്മൾ പോളിനോമിയൽ എങ്ങനെ കണ്ടുപിടിക്കും? അതിനുള്ള ഇക്വേഷൻ ഇതാണ്, h² പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു h പ്ലസ് ആൽഫ ബീറ്റ. നിങ്ങൾ കാണാം ആൽഫ ബീറ്റ എന്ന ആൽഫ ഇതും ബീറ്റ ഇതുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ജസ്റ്റ് ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയുള്ളൂ. h² പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു h. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 4 + 1. 4 + 1 ഇൻറ്റു h എന്ന് പറയുന്നത് 5h. അടുത്തത് ആൽഫ ഇൻറ്റു ബീറ്റ 4 × 1, അതായത് 4. ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ജസ്റ്റ് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 1 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, ജസ്റ്റ് ഈ നമ്പർ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്പർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് രണ്ടും നോക്കിയിട്ടാണ് നമ്മൾ ഇത് സ്പ്ലിറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ 1 ആയതുകൊണ്ട് നമ്മൾ ആൽഫ പ്ലസ് ബീറ്റ ലാസ്റ്റ് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പം ഈ ഇക്വേഷൻ വെച്ച് സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ടതാണ്. കാണാം, E of h ഈക്വൽ ടു G of h ഇൻറ്റു Q of h പ്ലസ് R of h. ഇക്വേഷൻ നിങ്ങൾ പഠിക്കണ്ട, കാരണം ഇത് വളരെ സിമ്പിൾ ആണ്. കാരണം നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം ഇവിടെ 2 ടൈംസ് ആണ് 4 1. ഇതില് നമ്മൾ അകത്ത് ഉപയോഗിച്ച ഇതാണ് P of x, ഇതാണ് G of x, ഇതാണ് Q of x.
ഇത് ആർ ഓഫ് എക്സ് റിമൈൻഡർ. അപ്പം നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജി ഓഫ് എക്സോ പി ഓഫ് എക്സോ, അതായത് നേരത്തെ 5 വന്നിട്ട് 5ഉം ഇപ്പറുള്ള 2ഉം നമ്മളോട് ചോദിക്കും, തരും. അതിനുശേഷം അത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാൻ പറയും. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 5x മൈനസ് 3. ഇതിനെ നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നാ പറയുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഡിവിഷൻ കോളം തന്നെ വരക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാം. അതിനുശേഷം ഇത് വരക്കുക. എക്സ് സ്ക്വയർ മൈനസ് 2നെ സാധാരണ ഡിവിഷൻ ചെയ്യുന്ന പോലെ തന്നെ ഈ സൈഡിൽ എഴുതുക. ഇത് നമുക്ക് ഇവിടെ കാണാം. എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ആണ് ഇവിടെ ഇവിടുത്തെ ഫസ്റ്റിനെ നോക്കാം. എക്സ് ക്യൂബ് ആണ് നമുക്കുള്ളത്. അങ്ങനെ ആകുമ്പോൾ എക്സ് സ്ക്വയറിനെ എക്സ് ക്യൂബ് ആക്കാൻ നമ്മൾ ഇൻറ്റു എക്സ് ആണ് ചെയ്യേണ്ടത്. അതായത് ഇൻറ്റു എക്സ് ആണ് ഇവിടെ എക്സ് എഴുതുക. നമ്മൾ ഇതും മാത്രം നോക്കേണ്ടത്. എക്സ് സ്ക്വയറിനെ എക്സ് ക്യൂബ് എങ്ങനെ ആക്കാം? എക്സ് സ്ക്വയറിനെ എക്സ് ക്യൂബ് നമ്മൾ എക്സിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് ആകുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ കാണാം എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ഇവിടെ അടിയിൽ വന്നു. അതിനുശേഷം ബാക്കിയുള്ള -2 ഉണ്ട്. -2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് -2x ആണ്. -2x ആണ്. എക്സ് സ്ക്വയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ എക്സ് സ്ക്വയറിന്റെ അടിയിലല്ല എഴുതേണ്ടത്, എക്സിന്റെ എക്സ്പോണന്റിന്റെ അടിയിലാണ്, ഇവിടെയാണ് വരിക. അപ്പൊ മൈനസ് ആണ്. -2x നിങ്ങൾ കാണാം. മൈനസ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ആയി. അതിനുശേഷം -3x സ്ക്വയർ ഇവിടെ മൈനസ് പ്ലസ് ആവും, പ്ലസ് 7x -3. അതിനുശേഷം 3x സ്ക്വയർ. ഇതിലുള്ള ഫസ്റ്റിന് നോക്കാം. ഇതിലുള്ള ഫസ്റ്റിനും ഇത് എക്സ് സ്ക്വയർ നമ്മൾ എങ്ങനെ -3x സ്ക്വയർ ആക്കാം? -3നെ കൊണ്ട് ഇറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് -3x സ്ക്വയർ ആവുന്നത്. അപ്പം -3 നമുക്ക് ഇവിടെ എഴുതാം. അപ്പം -3x സ്ക്വയർ ഇവിടെ വന്നു. അതിനുശേഷം ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. -2 ഇൻറ്റു -3. -2 ഇൻറ്റു -3 എന്ന് പറയുന്നത് +6 ആണ്. അപ്പം നമുക്ക് ഇവിടെ കിട്ടിയത് 7x -9 ആണ്. നിങ്ങൾക്ക് ഇതുമാണ് തന്നത്. അതായത് ഇവിടെ പി ഓഫ് എക്സും ജി ഓഫ് എക്സും ആണ് തന്നത്. അതുകൊണ്ട് അത് ഉപയോഗിച്ച് നിങ്ങളോട് ക്യൂ ഓഫ് എക്സും ആർ ഓഫ് എക്സും കണ്ടുപിടിക്കാൻ പറയും ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ച്. ഇപ്പൊ ഡിവിഷൻ ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ക്യൂ ഓഫ് എക്സ് കിട്ടി, ഇവിടെ ആർ ഓഫ് എക്സും കിട്ടി. അപ്പം ചില സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ് ക്യൂബ് -3x സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. ചില സമയത്ത് 3x സ്ക്വയർ തന്നിട്ടുണ്ടാവില്ല. അതായത് എക്സ് ക്യൂബ് പ്ലസ് 5x -3 എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഇത് ഡയറക്റ്റ് മൈനസ് ചെയ്യാൻ പറ്റുന്നതല്ല, ഇത് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് നമ്മൾ ഇവിടെ അവിടെ എക്സ് സ്ക്വയറിന് ഒരു എക്സ്പോണന്റ് എന്തായാലും വേണം. അപ്പോ ഒരു നമ്പർ തന്നിട്ടില്ലെങ്കിൽ 0x സ്ക്വയർ, അതായത് 3x ക്യൂബ് മൈനസോ പ്ലസോ 0x സ്ക്വയർ എഴുതുക. അതിനുശേഷം ബാക്കി എഴുതുന്ന അതേ സ്റ്റെപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ആ എക്സ് 3 2 നിങ്ങൾക്ക് ഇവിടെ കാണാം. പവർ ഇവിടെ എക്സിന്റെ ഫസ്റ്റ് ഉള്ളത് 3 ആണ്, 2 ആണ്, 1. അപ്പം ഇത് ഡിസോർഡർ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ ആക്കിയിട്ട് ഡിസെൻഡിങ് ഓർഡറിലേക്ക് എഴുതേണ്ടതാണ്. അതായത് ഇവിടെ എക്സ്പോണന്റ് ഏറ്റവും കൂടുതലുള്ളത് ഈ സൈഡില്, കുറഞ്ഞു വരുന്നത് ലാസ്റ്റ് എക്സ്പോണന്റ് ഇല്ലാത്തത്. അപ്പൊ ലാസ്റ്റ് എക്സ്പോണന്റ് ഇല്ലെങ്കിൽ +0 എന്നാണ് എഴുതാൻ പറ്റുന്നതാണ്. ലാസ്റ്റ് ഇവിടെ ഈ നമ്പർ ഇല്ലെങ്കിൽ അതേപോലെ. അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പൊ അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. അതായത് നേരത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ഇപ്പൊ നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്തത് ഈ 2 നമ്പറാണ്. ഇവിടെ ഇല്ല, ഡിവിഷൻ കൊടുത്തിട്ട് ഇപ്പോൾ ഉള്ളതാണ്. ഈ 2 നമ്പർ തന്നിട്ട് ഈ നമ്പർ ഇതിന്റെ ഫാക്ടർ ആണോ എന്ന് ചോദിക്കും. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇത് ഫുൾ ഡിവൈഡ് ചെയ്തതിനു ശേഷം ലാസ്റ്റ് കിട്ടുന്ന റിമൈൻഡർ 0 ആകണം. 0 ആയി കഴിഞ്ഞാൽ അത് ഫാക്ടർ ആണ്. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ t² -3 എന്നാണ് തന്നിട്ടുള്ളത്.
ടി സ്ക്വയർ മൈനസ് 3 ഡിവൈഡ് ചെയ്യേണ്ടത് 2t⁴ പ്ലസ് 3t³ മൈനസ് 2t² മൈനസ് 9t മൈനസ് 12. ഈ നമ്പറിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ t² നമ്മൾ 2t⁴ ആക്കണം. അങ്ങനെയാണെങ്കിൽ 2t² കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് t² 2t⁴ വന്നത്. ഫസ്റ്റ് നമ്പറിനാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം ബാക്കിയുള്ള -3 ഇൻറ്റു ഇത് ചെയ്യുന്നതാണെങ്കിൽ ഇത് ഫസ്റ്റ് നമുക്ക് ഇതിന് എഴുതാം 2t⁴. അതിനുശേഷം -3 ഇൻറ്റു ഇതാകുമ്പോൾ -6t². ഇവിടെ -6t² ആണ് വരുന്നത്. ഇവിടെ ഒന്ന് അവിടെ ബ്ലാങ്ക് ആയിട്ട് വിടുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ 0 ആണ് വരുന്നത്. 3t³ ഇവിടെ വന്നു. ശേഷം മൈനസ് ആണ് ഇവിടെ. അപ്പം മൈനസ് ഇവിടെ മൈനസ് ഉണ്ട്. മൈനസ് വരുമ്പോൾ പ്ലസ് ആവുന്നതാണ്. ഇത് പ്ലസ് ആവുമ്പോൾ പ്ലസ് 4t² മൈനസ് 9t മൈനസ് 12. അപ്പൊ നമുക്ക് 3t³ ആക്കണം. അങ്ങനെ ആകുമ്പോൾ ഇവിടെ പ്ലസ് 3t എന്നാണ് വരുന്നത്. അപ്പം 3t³ ആയി. അതിനുശേഷം -3 ഇൻറ്റു 3t മൈനസ് 9t ആണ്. നിങ്ങൾ കാണാം ബാക്കിയുള്ളത് -4t² മൈനസ് അല്ല പ്ലസ് ആണ്. ഇവിടെ മൈനസും വരുമ്പോൾ ഇവിടെ പ്ലസ് ആവുന്നതാണ്. അപ്പം -2 പ്ലസ് 6 എന്ന് പറയുന്നത് +4 ആണ്. അപ്പം +4t² മൈനസ് 12. 4t² ആക്കണമെങ്കിൽ +4 ആണ്. അപ്പം 4t² മൈനസ് 12 0. ഇങ്ങനെ 0 വന്നു കഴിഞ്ഞാൽ അത് അതിന്റെ ഫാക്ടർ ആണെന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അപ്പൊ ഇനി ചെയ്യാൻ പോകുന്നത് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന്റെ സെയിം ടൈപ്പ് തന്നെയാണ്. അതായത് അതൊരു വേറെ ഒരു രീതിയിൽ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ അത് ആൻസർ ചെയ്യാമെന്നായിരിക്കുന്നത്. നേരത്തെ നമ്മൾ ചെയ്തത് ഈ രണ്ട് ഡിവിഷൻ കോളത്തിന്റെ ഇത് രണ്ടും തന്നിട്ട് ഈ കോഷ്യന്റും റിമൈൻഡറും നമ്മൾ എങ്ങനെയാന്ന് കണ്ടുപിടിക്കുക എന്നാണ്. ഇപ്രാവശ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇത് കണ്ടുപിടിക്കണം. ഇത് മൂന്നും തന്നിട്ടുണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യം ഇത് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഒരു ഇക്വേഷൻ നോക്കിന്. p(x) = g(x) into q(x) plus r(x). ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് കിട്ടിയ നമ്പർ ഇതിന്റെ അകത്തേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് നമ്മളോട് വെച്ചിട്ടുള്ളത് 1 dividing x³ minus 3x² plus x plus 2. നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് p(x) എന്ന് വെച്ചാൽ 1 dividing 1 എന്നുള്ളത്. അപ്പം ഇതിൽ ഏറ്റവും വലിയത് p(x) ആയിരിക്കും. കാരണം ബാക്കിയെല്ലാം ഈ സൈഡിലാണുള്ളത്. അപ്പം p(x) എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ളത് x³ minus 3x² plus x plus 2 ആണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ളത് 1 dividing x³ minus 3x² plus x plus 2 by a polynomial g(x). by a polynomial g(x) നമുക്ക് തന്നിട്ടില്ല. അപ്പൊ g(x) അങ്ങനെ തന്നെ എഴുതുക. അതിനുശേഷം ബാക്കി എഴുതിയത് the quotient and the remainder were x minus 2 and minus 2x plus 4 respectively. Find g(x). g(x) ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം quotient and remainder were x minus 2 and minus 2x plus 4. x minus 2 ആണ് quotient. അപ്പം into x minus 2 ആണ്. x minus 2 into ചെയ്തു. അതിനുശേഷം തന്നിട്ടുള്ളത് റിമൈൻഡർ ആണ്. റിമൈൻഡർ -2x plus 4, അതായത് പ്ലസ് -2x plus 4 ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇങ്ങനെ തന്നാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇതിൽ നമുക്ക് സാധാരണ നമ്മള് ഓരോരു എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പണ്ട് ഉപയോഗിക്കുന്ന പോലത്തെ ട്രിക്ക് ആണ്. അതായത് ഇതിൽ ഇവിടെ കാണാം പ്ലസ്, ഇത് ഫുൾ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് ആയി മാറുന്നത്. അതായത് നമ്മള് ഇത് അതായത് റിമൈൻഡറിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെയാകുമ്പോൾ
ജി ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 ഈ സൈഡിലേക്ക് എഴുതി. അതിനുശേഷം മൈനസ് 2x ഈ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 2x മൈനസ് 4 ആണ്. നിങ്ങൾക്ക് കാണാം ഇതിനെ ഫുള്ള് ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാല് നോക്കാം, ഇനി ഇത് ഡൗൺവേർഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ്. അപ്പം ഇത് ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ആവുന്നതാണ്. അതായത് എക്സ് മൈനസ് 2. അപ്പം ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 എന്നത് നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ ഇത് ഫുൾ ക്യാൻസൽ ആക്കേണ്ടത് നിങ്ങൾക്ക് കാണാം. ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇവിടെ എക്സ് ക്യൂബ് ഒന്നേ ഉള്ളൂ, എക്സ് ക്യൂബ്. അതിനുശേഷം എക്സ് സ്ക്വയർ വാല്യൂ ഉള്ളത് നോക്കാം. എക്സ് സ്ക്വയറും ഇവിടെ ഒന്നേ ഉള്ളൂ, മൈനസ് 3x സ്ക്വയർ. അതിനുശേഷം എക്സ് പ്ലസ് 2x ഉണ്ട്, അപ്പം 3x പ്ലസ് 3x. അതിനുശേഷം നിങ്ങൾക്ക് കാണാം 2 മൈനസ് 4 മൈനസ് 2 ആണ്. മൈനസ് 2 ബൈ ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന എക്സ് മൈനസ് 2. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ടുള്ളത് ഇത് ഡിവൈഡ് ബൈ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ഇത് റെപ്പ് ചെയ്യാം. നമുക്ക് ഇത് ഡിവൈഡ് ബൈ ഇതാണ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 3x മൈനസ് 2. അപ്പം ഇനി എക്സ് മൈനസ് 2 ഈ സൈഡിൽ എഴുതുക. എക്സ് മൈനസ് 2 എക്സ് ക്യൂബില് എക്സ് സ്ക്വയറിനോട് ഇൻറ്റു ചെയ്യണം. എക്സ് ക്യൂബ് ഇവിടെയായി. അതിനുശേഷം മൈനസ് 2 എക്സ് സ്ക്വയറിനുമായി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 2x സ്ക്വയർ ആണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം എക്സ് സ്ക്വയറിന്റെ അടിയിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ മൈനസ് 2x സ്ക്വയർ എഴുതുക. അതിനുശേഷം മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് മൈനസ് ഇതാണ് പ്ലസ് ആവും. അപ്പം ഇവിടെ എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് 2. എക്സ് സ്ക്വയർ ആകാൻ എക്സ് ആണ് ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പം എക്സ് സ്ക്വയർ ഇവിടെയായി. അതിനുശേഷം മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2x ആണ്. നിങ്ങൾക്ക് കാണാം മൈനസ് പ്ലസ് ആവും. 5x മൈനസ് 2 ആവും. 5x മൈനസ് 2 എന്നാണ് പറയുന്നത്. അപ്പോ 5x മൈനസ് 2 എക്സ് ഇൻറ്റു 5 ആണ്, മൈനസ് 5. ഇപ്പൊ നിങ്ങൾ കാണാം മൈനസ് 5 എക്സ് ഇൻറ്റു 5 ആണ് മൈനസ് 5x ആവുന്നത്. 5x ഇവിടെ ഇടാം. അതിനുശേഷം മൈനസ് 10 ആണ്. മൈനസ് ഇപ്പോൾ 8. റിമൈൻഡർ 8 കിട്ടുന്നതാണ്. അപ്പം ഇതായിരിക്കും നമ്മളുടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ ലാസ്റ്റ് ഇവിടെ കിട്ടുന്നതായിരിക്കും ജി ഓഫ് എക്സ്. അപ്പം നമുക്കിനി ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണോ. അപ്പം നമുക്ക് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത് നേരത്തെ ചെയ്തതിന്റെ സെയിം ആണ്. പക്ഷേ ഇപ്രാവശ്യം ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അല്ല. അതായത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് പവർ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആണ്. അതായത് അതിന് 2 സീറോസ് അല്ലെങ്കിൽ 2 സൊല്യൂഷൻസ് ഉണ്ട്. സീറോസ് എന്ന് പറയുന്നത് ആ പോളിനോമിയലിന് എക്സിന്റെ വാല്യൂ നമ്മൾ ഒന്ന് കൊടുക്കുമ്പോൾ ഫുൾ വാല്യൂസും 0 ആകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സീറോസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ 4 സീറോസ് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് 4 ഹയസ്റ്റ് ഫാക്ടർ ആയിട്ടുള്ള പോളിനോമിയൽസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം. നമുക്കിവിടെ തന്നിട്ടുള്ളത് പി ഓഫ് എക്സ് എന്ന് തന്നിട്ടുള്ളത് 3x raised to 4 അതിനുശേഷം പ്ലസ് 6x ക്യൂബ് മൈനസ് 2x സ്ക്വയർ മൈനസ് 10x മൈനസ് 5 ഇതാണ് തന്നിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് 2 സീറോസ്, അതായത് ആൽഫയും ബീറ്റയും ആണ് തന്നിട്ടുള്ളത്. ആൽഫയും ബീറ്റയും ആണ് തന്നിട്ടുള്ളത്. ആൽഫയും ബീറ്റയും തന്നിട്ടുള്ളത് √5/3 മൈനസ് √5/3 ആണ് തന്നിട്ടുള്ളത്. ഇത് വെച്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെയാണ് തന്നിട്ടുള്ളതെങ്കിൽ എക്സ് ഈക്വൽ ടു ആയിരിക്കും. എക്സിന് ഈ വാല്യൂ കൊടുക്കുമ്പോൾ ആണ് നമുക്ക് 0 കൊടുക്കുന്നത്. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു ഇത് 2 വാല്യൂ. അതിനുശേഷം
നമുക്ക് കിട്ടിയിരിക്കുന്നത് h equal to നേരത്തെ ചെയ്തത് ഫസ്റ്റ് നമ്മൾ ചെയ്ത പോലത്തെ ഇക്വേഷൻ ആണ്. അതായത് ഈ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അതായത് h മൈനസ് റൂട്ട് ഓഫ് 5/3 ഈക്വൽ ടു 0. അതിനുശേഷം ഇവിടെ h മൈനസ് h പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്, അതുകൊണ്ട് പ്ലസ് ആവും. പ്ലസ് 5/3 ഈക്വൽ ടു 0. അതിനുശേഷം ഇത് നമുക്ക് നേരത്തെ കിട്ടിയ സെയിം സിറ്റുവേഷൻ ആണ്. ഇനി ഇത് ബ്രാക്കറ്റിലേക്ക് ആക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾ കാണാം, നേരത്തെ നമുക്ക് ഇങ്ങനെയൊന്ന് കിട്ടിയായിരുന്നു. അതിനുശേഷം ഇത് പുറത്തെടുത്താണ് നമ്മൾ ചെയ്തത്. ഇത് രണ്ടും പുറത്തെടുത്ത് അതിനുശേഷം h ഈക്വൽ ടു എന്ന് വെച്ചാൽ മൈനസ് അപ്പുറത്തേക്ക് പോയി. അപ്പോൾ h വാല്യൂ കിട്ടി. ഇങ്ങനെ വന്നതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ കിട്ടുന്നത് h സ്ക്വയർ മൈനസ് 5/3 ആണ്. h സ്ക്വയർ മൈനസ് 5/3 എന്നാണ് പറയുന്നത്. അപ്പം റൂട്ട് ക്യാൻസൽ ആവുന്ന h സ്ക്വയർ മൈനസ് 5/3. അപ്പൊ ഇത് വെച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വെച്ച് നമ്മൾ ഈ പി ഓഫ് എച്ചിനെ ഡിവൈഡ് ചെയ്യണം. പി ഓഫ് എച്ചിനെ അത് നമ്മൾ ഡിവൈഡ് ചെയ്യണം. നിങ്ങൾക്കാണ് പി ഓഫ് എച്ചിനെ ഫുൾ ഡിവിഷൻ ബ്രാക്കറ്റ് ഇട്ടു. അതിനുശേഷം ഇതിനെ നമ്മൾ ഡിവിഷൻ മോഡൽ ചെയ്യുന്നത് ഇതിപ്പം ഇത് ഫ്രാക്ഷൻ ഫോമിലാണ് ഉള്ളത്. ഫ്രാക്ഷൻ ഫോമിൽ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 3h സ്ക്വയർ മൈനസ് 5 എന്ന് വരും. അപ്പൊ നമുക്ക് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3h സ്ക്വയർ മൈനസ് 5. 3h സ്ക്വയറിനെ 3h റേസ് ടു 4 ആക്കാൻ h സ്ക്വയർ ആണ്. h സ്ക്വയർ 3h റേസ് ടു 4 ആയി. അതിനുശേഷം 5 ഇൻറ്റു മൈനസ് 5h സ്ക്വയർ ആയി. അതിനുശേഷം ഇവിടെ ബാക്കി വന്ന് 6h ക്യൂബും പ്ലസ് ആവും. അപ്പൊ പ്ലസ് 3h സ്ക്വയർ. അതിനുശേഷം മൈനസ് 10h മൈനസ് 5. ഇനി 6h ക്യൂബ് ആക്കാൻ 2h ആണ് വേണ്ടത്. പ്ലസ് 2h. അതിനുശേഷം 6h ക്യൂബായി. അതിനുശേഷം 5 ഇൻറ്റു 2h എന്ന് പറയുന്നത് മൈനസ് 10h ആണ്. മൈനസ് 10h ആയി. അത് രണ്ടും ക്യാൻസൽ ആയി. അതിനുശേഷം ബാക്കിയുള്ളത് 3h സ്ക്വയർ മൈനസ് 5 ആണ്. 3h സ്ക്വയർ ആക്കാൻ വേണ്ടി പ്ലസ് 1 ആണ്. അത് 1നോട് ഇൻറ്റു ചെയ്യുമ്പോൾ അതാവുന്നത്. അതുകൊണ്ട് 3h സ്ക്വയർ ഇവിടെ മൈനസ് 5 തന്നെയാണ്. അപ്പൊ നമുക്ക് 0 കിട്ടി. അപ്പൊ ഇത് നമുക്ക് കിട്ടി. ഈ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലത്തെ ക്വാഡ്രാറ്റിക് പോളിനോമിയലായി. അപ്പം നമുക്കിനി സമ്മും പ്രൊഡക്റ്റും നോക്കാം. സം എന്ന് പറയുന്നത് ഇതാണ്. ഈ നടുക്കത്തെ എച്ചിനുള്ള നമ്പറാണ്. അപ്പൊ സമ്മ് 2 ആണ്. അപ്പൊ ഇത് പ്ലസ് ആയതുകൊണ്ട് പ്ലസ് 2 തന്നെയാണ്. അപ്പം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതും h സ്ക്വയറിന്റെ മുന്നിലെ നമ്പറും ഈ ലാസ്റ്റുള്ള നമ്പറാണ്. അപ്പൊ 1 ആണ്. അപ്പം ഇത് രണ്ടും കിട്ടുന്ന നമ്പേഴ്സ് 2 നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ 2 നമ്പർ എന്ന് പറയുന്നത് 1ഉം 1ഉം ആണ്. 1ഉം 1ഉം കൂട്ടുമ്പോൾ 2ഉം പ്രൊഡക്റ്റും 1 ആണ്. അപ്പൊ ഇനി നമ്മൾ ഇത് സ്പ്ലിറ്റ് ചെയ്യാം. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യണം. h സ്ക്വയർ പ്ലസ് h പ്ലസ് h പ്ലസ് 1. അപ്പൊ നിങ്ങൾക്ക് കാണാം. ഇനി h കോമൺ ആയിട്ട് പുറത്തെടുക്കാം. h പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു h പ്ലസ് 1. അപ്പൊ ഇതിൽ കോമൺ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 1നെ തന്നെയാണ് പുറത്തെടുത്തത്. 1 രണ്ടിലും കോമൺ ആണ്. അപ്പൊ 1 ഉണ്ടായത് നമ്മൾ പുറത്തെടുത്ത്. അതിനുശേഷം ഇത് 2 കോമൺ ആണ്. അപ്പം h പ്ലസ് 1ഉം ബാക്കിയുള്ളത് h പ്ലസ് 1 തന്നെയാണ്. h പ്ലസ് 1 നിങ്ങൾക്ക് ഇത് 2 സെയിം കിട്ടുന്നതാണ്. ഇപ്പൊ h ഈക്വൽ ടു മൈനസ് 1 ഓർ h ഈക്വൽ ടു മൈനസ് 1 എന്ന് വരുന്നതാണ്. ഇതാണ് നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടുന്ന 2 സീറോസ്. അതായത് ആദ്യം കിട്ടിയ 2 സീറോസ് വെച്ച് ബാക്കി കിട്ടുന്ന 2 സീറോസ് ആണിത്. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ ചാപ്റ്ററിൽ. അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളിങ്ങനെ എഡ്യൂക്കേഷണൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പം പരമാവധി സ്റ്റുഡൻസിലേക്ക് ഈ ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.